പിണറായി വിജയൻ ഈ പാർട്ടി പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയണമെന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ പല ആവശ്യവും ഉയരുന്നു. എന്നിട്ടും എന്തായിരിക്കും പിണറായി വിജയൻ അതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? ഈ ED മൂന്നാമതൊരാൾ കൂടി ഇതിലുണ്ട്, അത് കുടുംബത്തിലുള്ള ഒരാളായിരിക്കും എന്ന തരത്തിൽ ചില റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൽ തന്നെയുള്ള മറ്റാർക്കോ ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില ബന്ധങ്ങളുണ്ട് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് എത്രയോ നാളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷോൺ പരസ്യമായിട്ട് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. അതായത് ഇത് പിണറായി വിജയന്റെ മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ CPM സെക്രട്ടറി എന്നുള്ള ഔദ്യോഗിക സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ കൊള്ളയാണ്. 10 കൊല്ലം മുഖ്യമന്ത്രിയായി നിന്നുള്ളത് നടത്തിയ കൊള്ള, രാജ്യദ്രോഹകരമായ കൊള്ള. പണം മോഷ്ടിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, രാജ്യത്തെ ഒറ്റുകൊടുത്തു. കാരണം ആറ്റമ്പം പോലെ ഉണ്ടാക്കാൻ ഉള്ള സാധനങ്ങളാണ് കയറ്റി അയച്ച് രാജ്യത്തെ വിദേശത്തേക്ക്. ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയാണ് ഈ ആലപ്പുഴ കോഴി പ്രദേശം. അവിടെ നിന്നാണ് ഇതൊക്കെ ഈ കർത്താവ് അടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. കർത്താവിനൊക്കെ തൂക്കിലിടേണ്ടതാണ്. കർത്താവിന് മാത്രമല്ല, കർത്താവായിട്ട് ബന്ധപ്പെട്ട ഈ ആളുകളെ മുഴുവൻ തൂക്കിലിടണമെന്നുള്ള രാജ്യദ്രോഹത്താണ്. തൂക്കിലിടുന്ന സാഹചര്യം ഉണ്ടാവും. ഈ കോടതി കേസ് വരട്ടെ. പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ, ഭാര്യ, മകള്, മകന് എല്ലാം പ്രതികളാണ്. ഇവരെല്ലാം പങ്കാളികളാണ്. ഇപ്പോ പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും കഷ്ടി കിട്ടിയതാണ്. അതാണ് അയാൾ അവിടെ ഇരിക്കുന്നത് വെച്ചാൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള അംഗീകാരത്തോട് ഇരിക്കാമെന്ന് വിചാരിച്ച. പക്ഷെ ഇന്നലെ ഡൽഹിയിൽ നിന്ന് കേരള ഹൗസ് ഒക്കെ ഉപേക്ഷിച്ചു. ഇവിടെ പോകാമെന്ന് കേരള ഹൗസിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇന്നലെ എയർപോർട്ടിൽ വായും പൊളിച്ച് 2 മണി മുതൽ 7 മണി വരെ ഇരിക്കുന്നുണ്ടായിട്ട് ഇങ്ങോട്ട് പോരാൻ. നേരത്തെ ഒരു 25 പത്താളും പോയിട്ടും 25 മലയിലെ കൊണ്ട് കയറ്റി വിടുകയില്ലായിരുന്നു. മലയിലെ സ്റ്റാഫെല്ലാം കൂടെ വന്ന് വിളിച്ചോണ്ട് പോകില്ലായിരുന്നു. അതൊക്കെ പോയി. അങ്ങനെ ഇന്നലെ കണ്ടത്. ഇന്നലെ ഡൽഹിയെ കുത്തി ഇങ്ങോട്ട് പോരാൻ ഒരു 1:30 എയർപോർട്ടിൽ വന്ന ഫ്ലൈറ്റ് അവർ മൈൻഡ് ചെയ്യാൻ പോയില്ല. ആ ഫ്ലൈറ്റ് വഴിക്ക് പോയി. അത് കഴിഞ്ഞ് 7:15 പ്ലെയിൻ ഇങ്ങോട്ട് പോകുന്നത് കണ്ണൂർക്ക്. അതൊക്കെ ദൈവം കൊടുക്കുന്ന അയാൾ ആരാന്ന് ഇപ്പൊ അയാള് മനസ്സിലാകട്ടെ. മറ്റേത് കേരള ഹൗസിൽ നാളെ വരുന്നു. ഏതായത് 10 കൊല്ലം കേരള ഹൗസ് മാത്രം എയർപോർട്ടിൽ നാളെ വരുന്നു. എയർ ഹോസ്റ്റസുമാരെ വന്ന് ബഹുമാനിച്ചുകൊണ്ട് ചോർന്നോട്ട് പോകുന്നു. അതൊക്കെ കിട്ടുന്നുണ്ട്. ഇന്നലെ എയർപോർട്ടിൽ ഇരിക്കുകയാണ്. അതും കിട്ടിയില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായിട്ടുള്ള പോക്കാണ്. വേറെ വലിയ സംഭവം എന്ന് വെച്ചാൽ പിണറായി കച്ചല്ല. പിണറായി പ്രതിയാണ്. പിണറായി പ്രതിയാണെന്ന് അറിയാവുന്ന പിണറായി തൽക്കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനം മേടിച്ചതാ. ഇപ്പൊ വന്നിരിക്കേണ്ടതാ. ഇപ്പൊ ഈളെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നു എന്നുള്ള നിലയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈളെ നേതൃസ്ഥാനത്ത് മാറ്റിയില്ലെങ്കിൽ പാർട്ടി നിലനിൽക്കില്ല എന്ന് പൊളിറ്റ് ബ്യൂറോയ്ക്ക് തന്നെ ബോധ്യപ്പെട്ടിരിക്കുന്നു. പൊളിറ്റ് ബ്യൂറോ സമയം വന്നു കഴിഞ്ഞു. യാതൊരു സംശയമില്ല. കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം മാറിഞ്ഞവരും അയാൾ ജയിലിൽ പോയതിന് മുമ്പ് തന്നെ പാർട്ടി ഔദ്യോഗിക സ്ഥാനത്തൊക്കെ അയാളെ മാറ്റിയെങ്കിൽ പാർട്ടി തീരാൻ പോവാണ്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. പാർട്ടിയുടെ ഗതിയും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട. ഇതിന്റെ അന്ത്യത്തിൽ ഈ കിടക്കുകയാണ്. കാത്തിരുന്ന് കാണാം. ഈ ഈ പഴയ വിജയനായിരുന്നുവെങ്കിൽ ഇന്നലെ എയർപോർട്ട് കത്തിച്ചേനെ. പുതിയ വിജയൻ, പ്രതിപക്ഷ നേതാവായ വിജയന് ഇനി ഒന്നിനും കഴിയില്ല എന്നുള്ളതാണോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അയാൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നെങ്കിലും വരെയില്ല. അതിന് തെളിവില്ല. സ്പീക്കറെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. പിന്നെ പഴയ ഒരാളല്ലേ നിങ്ങളുടെ സ്പീക്കർ എതിർത്ത് കൊടുക്കുന്നല്ലേ. അയാളുടെ പ്രസംഗം കേട്ടില്ലായിരുന്നു? കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തോ ഒരു മഠയത്ര അയാൾ പറഞ്ഞത് മുഴുവൻ ഒന്ന് ആലോചിച്ച്. മഠയൻ എന്ന് പറയേണ്ടി വരും. ഒരു സംശയമില്ല. ഇയാള് വളരെ വിവരം കെട്ടവനാണ്. ദൈവശോക്ഷ ചെയ്തല്ല. ഞാനിപ്പോ ഇനി സംസാരിക്കുന്ന ഈരാറ്റുപറ്റ വീട്ടിലിരുന്ന ഈ കിടന്നിറങ്ങി തന്നെ ഒരു തെറ്റും ചെയ്യാതെ, ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു തെറ്റും ചെയ്യാതെ തന്നെ 229 പോലീസുകാരാണ് പിടിച്ചോണ്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച്. അങ്ങനെ 3 പ്രാവശ്യം വീട്ടിൽ പിടിച്ചോണ്ട് പോലീസ്. എന്ത് കിട്ടി? അവിടെ മജിസ്ട്രേറ്റന്മാര് ഒന്നാമത് CPM കുടുംബത്തിലെ മജിസ്ട്രേറ്റ് ആദ്യം വീട്ടിൽ പോകാൻ പറഞ്ഞു എന്നോട്. ഒന്ന് ആലോചിച്ച്. കാരണം കേസ് ചെയ്തിട്ടുണ്ട് പോലീസ്. അതെല്ലാം കോടതിക്കൂടെ നടക്കാൻ. ഇപ്പൊ 12ഓളം കേസ് കോടതിക്കൂടെ നടക്കുക. ഒന്ന് ആലോചിച്ച്. ഇതൊക്കെ എന്റെ പ്രാക്ക് അല്ലെ എന്റെ ഭാര്യയുടെ പ്രാക്ക് കേൾക്കാതിരിക്കും. നിരപരാധികളെ ഊർജ്ജം ശിക്ഷ കിട്ടുന്നുണ്ട്. എനിക്കിട്ട് മാത്രമല്ല, എത്രയോ നിരപരാധികളെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അതിനൊക്കെ പ്രാക്കിയുടെ തലക്കിടന്ന് കറങ്ങുക. ഒരു കാരണവശാലും രക്ഷയില്ല. അയാളുടെ കുടുംബം അന്യം നിന്ന് പോകും.
യാതൊരു സംശയമില്ല. പിണറായി കുടുംബം അങ്ങനെ മാത്രമല്ല, അവിടെ കുടുംബമേ അന്യം നിന്നു. ഈ പാവങ്ങളുടെ ഒക്കെ, അതായത് ഈ AD തോമസ് MLA പറഞ്ഞതുപോലെ ഒരുപാട് അമ്മമാരുടെ ശാപം ഇയാൾക്കുണ്ട്, വിജയനുണ്ട്. അത് ഈ പിണറായി വിജയൻ അതിൽ നിന്ന് ഒരിക്കലും മോചിതനാകില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ ഭാര്യ ഉഷ മാഡം ഒക്കെ കരഞ്ഞു പറയുന്നത് നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അത് കേട്ടതാണ്, കണ്ടതാണ്. അപ്പോ അത്തരത്തിൽ ഒരുപാട് പേരുടെ ശാപവാക്കുകൾ, ഈ വിശ്വാസമില്ലാത്തവരാണ് ഇടതുപക്ഷക്കാർ എന്നാണ് പറയുന്നത്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ അല്ലേ? വിശ്വാസം ഇല്ലെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞാൽ ആദ്യം ക്ഷേത്രത്തിൽ പോയി നേർച്ചയിടുന്നതും പള്ളിയിൽ പോയി നേർച്ചയിടുന്നതും സഖാക്കന്മാരാണ്. അത് തന്നെയല്ല, ഈ സഖാക്കന്മാർ ക്ഷേത്രത്തിൽ കെട്ടിക്കിടന്ന് പ്രാർത്ഥിക്കുക, കമന്ന് കിടന്നു ഉറുനേർച്ച വരെ നടത്തുന്നുണ്ട് സഖാക്കന്മാർ. ഇതൊക്കെ ചുമ്മാ ഈ വിശ്വാസം ഇല്ലെന്ന് വിപ്ലവം പണ്ട് കാലത്തായിരുന്നു. ആ വിപ്ലവമൊക്കെ പോയപ്പം വിശ്വാസമൊക്കെ ശബരിമല പോയി കയറാൻ അയ്യപ്പനൊക്കെ അപമാനിച്ചൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എയർപോർട്ടിലെത്തി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2:50 അദ്ദേഹത്തിന് ഫ്ലൈറ്റ് പോലും കിട്ടാതെ അദ്ദേഹം അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നൊക്കെയാണ്. പഴയ വിജയനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയല്ല എയർപോർട്ട് കത്തിച്ചേനെ എന്നൊക്കെയാണ് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്നത്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയതിനൊക്കെ ഇപ്പോൾ തിരിച്ചടി കിട്ടാൻ പോവുകയാണോ എന്നൊക്കെ, അല്ലെങ്കിൽ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഈ മകളുടെ വിഷയത്തിലുമൊക്കെ പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ ED ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വീണയെ വിളിപ്പിച്ചത് വീണയ്ക്ക് ഇനി വരുന്ന ദിവസങ്ങൾ നിർണായകമാകും എന്നുള്ളത്. CMR എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിരോധത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. അന്വേഷണം 1ാം പിണറായി സർക്കാരിലേക്ക് വ്യാപിപ്പിക്കാൻ ED തീരുമാനിച്ചതോടെയാണ് CPM അക്ഷരാർത്ഥത്തിൽ വെട്ടിലായത്. വീണയിൽ നിന്ന് രേഖകൾ ശേഖരിക്കാൻ തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധിച്ചപ്പോൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കാറുകൾ തകർക്കുകയും ചെയ്ത ആവേശം ഇപ്പോൾ CPMനില്ല. 2 കമ്പനികൾ തമ്മിലെ പ്രശ്നമാണെന്നും എന്നാൽ പിണറായി വിജയനെ തടഞ്ഞുവെച്ചത് ശരിയല്ല എന്നുമുള്ള LDF കൺവീനർ TP രാമകൃഷ്ണന്റെ കഴിഞ്ഞ ദിവസത്തെ പരാമർശം അപകടം മണത്തതിനാലാണ് അന്വേഷണം വരുമ്പോൾ പിണറായിക്ക് പ്രതിരോധം തീർത്തില്ലെങ്കിൽ പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാകും എന്നാണ് ഒരു വിഭാഗത്തിന്റെ വിലയിരുത്തൽ. വീണയ്ക്ക് CMRLുമായി കരാർ ലഭിച്ചത് എങ്ങനെയാണ് ED പരിശോധിക്കുന്നത്. പിണറായി സർക്കാർ കാലത്ത് CMRLന് സർക്കാർ തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട സഹായങ്ങൾ കിട്ടിയെന്നാണ് ED പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ ആനുകൂല്യത്തിന്റെ മറവിലാണോ വീണയെ CMRL സഹായിച്ചതെന്നാണ് പരിശോധിക്കുന്നത്. CMRL നിന്ന് 2.78 കോടി രൂപ വീണ കൈപ്പറ്റിയത് എങ്ങനെയാണ് ഈ തുക വിനിയോഗിച്ചതെന്ന് സംബന്ധിച്ച് വ്യക്തമാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടതും കേസിലെ നിർണായക വഴിത്തിരിവായി. ഒരു വിധ സേവനവും നൽകിയിട്ടില്ല എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കൈപ്പറ്റിയ തുകയ്ക്ക് പിന്നിലെ ഉദ്ദേശശുദ്ധി സംശയാസ്പദമെന്നാണ് ED കണക്കുകൂട്ടുന്നത്. ഈ തുക എവിടെ ചെലവഴിച്ചു എന്നതിൽ വ്യക്തത വരാത്തത് വലിയൊരു സാമ്പത്തിക തട്ടിപ്പിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രധാനമായും കരാർ ലഭിച്ച സാഹചര്യത്തിലാണ് ED പരിശോധിക്കുക. CMRLും എക്സാലോജിക്കും തമ്മിൽ ഇടപാട് കേവലം വാണിജ്യ കരാർ മാത്രമാണോ അതോ ഭരണസ്വാധീനം ഉപയോഗിച്ച് കിട്ടിയതാണോ എന്ന അന്വേഷണ ഏജൻസിയുടെ സംശയം. ഇതാണ് ആദ്യ പിണറായി സർക്കാരിലേക്ക് അന്വേഷണം നീങ്ങാനുള്ള കാരണമായി ഇപ്പോൾ